അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ള സംബന്ധിച്ച് ക്ഷേത്രം ട്രസ്റ്റ് അംഗങ്ങൾക്ക് നേരത്തെ അറിവുണ്ടായിരുന്നുവെന്ന നിഗമനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോഴുള്ളത്. ട്രസ്റ്റ് മുൻ ജനറൽ സെക്രട്ടറിയും VHP ഉപാധ്യക്ഷനുമായ ചമ്പത്ത് റായിയുടെ മൊഴി വീണ്ടും അന്വേഷണ സംഘം രേഖപ്പെടുത്തി. മുൻ ട്രസ്റ്റ് അംഗം അനിൽ മിശ്രയ്ക്ക് അന്വേഷണ സംഘം നോട്ടീസ് അയച്ചു. ഇതിനിടെ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ അടിയന്തര വാദം കേൾക്കണമെന്ന ആവശ്യം സുപ്രീംകോടതി നിരസിച്ചു. വിവരങ്ങളുമായി വിനീത VG ആണ് ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. വിനീത, ഗുഡ് ഈവനിംഗ്. ഇത്തരം ഒരു കാര്യം നടക്കുമ്പോൾ, അതും ദീർഘനാളായി നടക്കുമ്പോൾ, അതിൽ ഈ ട്രസ്റ്റ് അംഗങ്ങളുടെ അറിവില്ലാതെ നടക്കുക എന്ന കാര്യം ഏകദേശം എല്ലാവർക്കും ഉറപ്പായിരുന്നു. അതിലേക്ക് തന്നെയാണോ ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത്? കോടതി എന്താണ് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് പറയുന്നത്? ക്രിസ്tina, ഇന്ന് CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന ആവശ്യം ആണ് കോടതിക്ക് മുന്നിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ആ ഹർജി അങ്ങനെ അടിയന്തരമായി പരിഗണിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളതായിരുന്നു കോടതിയുടെ നിലപാട്. ഒപ്പം തന്നെ ഈ വെക്കേഷന് ശേഷം ആ ഹർജി പരിഗണിക്കാമെന്നും ഇക്കാര്യത്തിൽ കോടതി തീരുമാനിച്ചിട്ടുണ്ട്. ട്രസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അയോധ്യയിൽ ഇത്തരത്തിലേക്കുള്ള ഒരു ക്രമക്കേട് അത് ഇങ്ങനെ നടന്നതായി ട്രസ്റ്റിനൊരു അറിവുണ്ടായിരുന്നുവെന്നും, പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിൽ പരാതി നൽകാനോ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള മറ്റ് നിയമപരമായി മുന്നോട്ട് പോകാനോ ട്രസ്റ്റിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് അന്വേഷണ സംഘത്തിന് ലഭ്യമായിരിക്കുന്ന വിവരം. ഒപ്പം തന്നെ ഈ കേസിൽ അറസ്റ്റിലായ പ്രതി അവിനാഷ് ശുക്ലയ്ക്ക് ഈ ക്രമക്കേടിൽ പങ്കുണ്ട് എന്ന ട്രസ്റ്റ് നേരത്തെ തന്നെ ട്രസ്റ്റിന് സംശയമുണ്ടായിരുന്നതായും ട്രസ്റ്റ് ജീവനക്കാർ ഈ പ്രതിയുടെ വീട്ടിൽ സന്ദർശനം നടത്തിയിരുന്നതായും അന്വേഷണ സംഘത്തിന് വിവരം ലഭ്യമായിട്ടുണ്ട്. ഇതിനെ തുടർന്നാണ് ട്രസ്റ്റിന് ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ട നേരത്തെ തന്നെ അറിവുണ്ടായിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ന് നിർണായകമായിട്ടുള്ള ഒരു നീക്കം ഈ കേസിൽ നടന്നത് ഈ മുൻ ജനറൽ സെക്രട്ടറി ചമ്പത്ത് റായിയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു എന്നുള്ളത് തന്നെയാണ്. വിശദമായിട്ടുള്ള മൊഴിയാണ് ചമ്പത്ത് റായിയുടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് രണ്ടാം തവണയാണ് ചമ്പത്ത് റായിയിൽ നിന്നും അന്വേഷണ സംഘം മൊഴി തേടുന്നത്. ഒപ്പം തന്നെ ഈ ട്രസ്റ്റ് അംഗമായിരുന്ന അനിൽ മിശ്രയ്ക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട്. ഈ അയോധ്യ സംഭാവന കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 80ഓളം പേർക്കാണ് അന്വേഷണ സംഘം ഈ ഘട്ടത്തിൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. അതിൽ ക്ഷേത്രത്തിലെ ജീവനക്കാരുണ്ട്, ട്രസ്റ്റിലെ മുൻ അംഗങ്ങളുണ്ട്, ഒപ്പം തന്നെ സുരക്ഷാ ചുമതലയുള്ളവരുണ്ടായിരുന്നു. 6 ബാങ്കുകൾക്ക് കൂടി നോട്ടീസ് നൽകിയിട്ടുണ്ട്. അങ്ങനെ ബാങ്ക് ജീവനക്കാരടക്കമുള്ളവരെ ഈ കേസിന് മുന്നിൽ കൊണ്ടുവന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ കൊണ്ടുവന്ന് വിശദമായിട്ടുള്ള ഒരു മൊഴി രേഖപ്പെടുത്താനാണ് ഈ ഘട്ടത്തിൽ അന്വേഷണ സംഘത്തിന്റെ നീക്കം. ശരി, വിനീത VG ആണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.